അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിന്നിടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന, 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 വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കണ്ടുമുട്ടിയ ഒരു വ്യക്തി, 10,000ങ്ങളുടെ മധ്യേ നിന്ന് അവൾ സാക്ഷ്യപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു. മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരു ദൈവപൈതലാണത്. എല്ലാം നഷ്ടപ്പെട്ട് നാടും വീട്ട് കോട്ടയത്തേക്ക് കുടിയേറിയ ഒരു കുടുംബം. ആ മകള് ദൈവസന്നിധിയിൽ വന്ന് നാളുകൾ പ്രാർത്ഥിച്ചു. ദൈവം കേൾക്കാത്ത പ്രാർത്ഥനയായി തീർന്നു അവളുടെ പ്രാർത്ഥന. ഒടുക്കം അവൾ ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു, ദൈവമേ, നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? ആ മകൾ സാക്ഷ്യപ്പെടുത്തുക, വലിയ സർജറി പോലും പറഞ്ഞിരുന്ന നട്ടെല്ല് സംബന്ധമായ രോഗപീഠ പിന്നീട് ആ മകൾക്ക് ഉണ്ടായിട്ടില്ല എന്ന്. അവൾ രണ്ടാമതൊരു സാക്ഷ്യത്തിലേക്ക് നീങ്ങി. അവളുടെ ഭർത്താവ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആ ഭർത്താവിന് വേണ്ടിയുള്ള അവളുടെ പ്രാർത്ഥന നീണ്ടു. ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ അവൾ ചോദിച്ചു, ദൈവമേ, നിനക്ക് എൻ്റെ ഭർത്താവിൻ്റെ ലഹരിയായി തീരാൻ പറ്റില്ലേ? നിനക്ക് എൻ്റെ ഭർത്താവിൻ്റെ ലഹരിയായി തീരാൻ പറ്റില്ലേ? പ്രിയ ദൈവമക്കളെ, ആ മകൾ സാക്ഷ്യപ്പെടുത്തുന്നു, പിന്നീട് ഒരിക്കലും അവളുടെ ഭർത്താവ് അങ്ങനെയുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായമാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. ആദ്യത്തെ സുവിശേഷകൻ ആദ്യത്തെ അധ്യായം എഴുതുമ്പോൾ ക്രിസ്തുവിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കലേക്ക് വന്നു. ഒരു കുഷ്ഠരോഗിക്ക് ദൈവത്തിൻ്റെ അടുക്കൽ വരാമെന്ന്, ഒരു കുഷ്ഠരോഗിയെ ദൈവം സ്വീകരിക്കുമെന്ന് ഒരു മനുഷ്യൻ്റെ അടുക്കൽ അവന് പോകാൻ പറ്റില്ല. അവൻ്റെ കുടുംബത്തിലേക്ക് അവന് പോകാൻ പറ്റില്ല. അവൻ്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അവന് മടങ്ങിപ്പോകാൻ പറ്റില്ല. സുവിശേഷകൻ എഴുതുന്നു, അവന് ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരാം. തിരുവചനം വായിക്കുന്നു, ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്ത് എത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ലേവ്യരുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 45-ാം വചനം നോക്കിയാൽ നമുക്ക് ഈ കുഷ്ഠരോഗിയെ മനസ്സിലാക്കാം. തിരുവചനം പറയുന്നു, അവൻ കീറിയ വസ്ത്രം ധരിക്കണം. അഭിമാനം നഷ്ടപ്പെട്ട വ്യക്തി, അഭിമാനമില്ല. കീറിയ വസ്ത്രവുമായിട്ട് ആരെവിടേക്ക് പോകാനാ? അഭിമാനം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് കുഷ്ഠരോഗി. തുടർന്ന് വചനം പറയുന്നു, അവൻ മുടി ചീകാൻ പാടില്ല. ചീകാത്ത മുടി അത് മഹത്വമില്ലായ്മയുടെ ലക്ഷണമാണ്. ഒരു കുഷ്ഠരോഗിക്ക് മഹത്വം നഷ്ടപ്പെട്ടവനാണ്. വീണ്ടും പറയുന്നു, അവൻ മേൽചുണ്ട് തുണി കൊണ്ട് മൂടിയിരിക്കണം. സംസാരിക്കാൻ അവകാശമില്ലാത്തവനാണ് ഒരു കുഷ്ഠരോഗി. കൂടി വന്നാൽ അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയാം. തന്നെ തന്നെ ഇല്ലാതാക്കാൻ, തന്നെ തന്നെ ശപിക്കാൻ വിധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് കുഷ്ഠരോഗി. വീണ്ടും തിരുവചനം പറയുന്നു, അവൻ പാളയത്തിന് പുറത്ത്
ഒരു ഭവനത്തിൽ ഒറ്റയ്ക്ക് കഴിയണം. അവനവൻ്റെ കൂട്ടം വിട്ടു, അവനവൻ്റെ കുടുംബം വിട്ടു, അവനവൻ്റെ പ്രിയപ്പെട്ടവരെ വിട്ടു. ഒരു പാർപ്പിടത്തിൽ അവൻ ഏകനായി ജീവിക്കണം. ഒറ്റപ്പെട്ട് മരിക്കുവാനായിട്ട് വിധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് കുഷ്ഠരോഗി. ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്ന വചനം ഇതാണ്. അവൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നു. ഓ ദൈവ പൈതലേ, നീ വചനം കേൾക്കുമ്പോൾ ഈ തരത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയാണെങ്കിൽ തിരുവചനം പറയുന്നു, നിനക്ക് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരാം. നിന്റെ രോഗപീഠ ഒരിക്കലും മാറാത്തൊരു രോഗപീഠയാവട്ടെ, ലോകം മുഴുവൻ നീ ദൈവശാപമേറ്റവനെന്ന് വിളിച്ചു പറയുന്നവനാകട്ടെ, നീ ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്നെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ നിനക്കെന്നെ സുഖപ്പെടുത്താൻ കഴിയും. തുടർന്ന് മർക്കോസ് സുവിശേഷകൻ എഴുതുകയാണ്, അവന് കരുണ തോന്നി. ഒരമ്മയ്ക്ക് കുഞ്ഞിനോട് തോന്നുന്ന ഭാവം, അമ്മയുടെ ഗർഭപാത്രത്തിന്റെ ചലനമാണ് സ്പ്ലെങ്കൻസോമായി കരുണ എന്ന വാക്ക്. അവന് തോന്നിയത് ഈ കരുണയാണ്, ഹെസദ്. ദൈവത്തിന്റെ പ്രത്യേകത ഇതാ ക്രിസ്തുവിന് ഈ കുഷ്ഠരോഗിയോട് തോന്നുക. ഏതൊരു വ്യക്തി ദൈവ സന്നിധിയിലേക്ക് കടന്നു വരുന്നുവോ അവനെ ദൈവം കാണുന്നത് സ്വന്തം കുഞ്ഞായിട്ട്. ഏത് രോഗപീഠയാവട്ടെ, ഏത് ഒറ്റപ്പെട്ടു പോയ അവസ്ഥയായിക്കൊള്ളട്ടെ, ഏത് അസ്വസ്ഥതയായിക്കൊള്ളട്ടെ, നിന്റെ ദൈവം നിന്നെ കാണുന്നത് ഒരു കുഞ്ഞിനെ കാണുന്നത് പോലെ. അവൻ കൈ നീട്ടി, അടുത്ത വാക്യം, അവനെ സ്പർശിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. അവനൊരു ശാരീരിക രോഗപീഠയുണ്ട്, കുഷ്ഠരോഗം. അവനൊരു മാനസിക വ്രണിത ഭാവമുണ്ട്, ഞാൻ അശുദ്ധനാ, ഞാൻ പാപിയാ, എൻ്റെ പാപത്തിന് കിട്ടിയ ശിക്ഷയായത്. അവനൊരു സാമൂഹിക പ്രശ്നമുണ്ട്, അവൻ സമൂഹത്തിൽ വരാൻ പാടില്ല, അവൻ അവിടുത്തെ പൗരനല്ല. നാലാമത്തത്, അവൻ ആത്മീയ അശുദ്ധിയിലാണ്. അതുകൊണ്ടാണ് അവനെ കർത്താവ് പറഞ്ഞു വിടുന്നത് പുരോഹിതന്റെ അടുക്കിലേക്ക്. ഓ ദൈവ പൈതലേ, ഈ ലോകത്തിന് പറയാവുന്ന എല്ലാ കുറ്റങ്ങളും മാറ്റിക്കളയുവാൻ കഴിവുള്ളവനാണ് നിന്റെ ദൈവം. ആ ദൈവത്തിന് നിന്നെ ശുദ്ധനാക്കാൻ പറ്റുമെന്ന് അമ്മ നിലത്ത് വീണ കുഞ്ഞിനെ കോരിയെടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ ശരീരത്തിലുള്ള മാലിന്യങ്ങളൊന്നും അമ്മ വകവയ്ക്കാത്തതുപോലെ നീ ഒരു കുഞ്ഞാണ് എന്ന ഒറ്റ കാരണത്താൽ നിന്നെ ചേർത്ത് പിടിക്കുന്ന, നിന്നെ കോരിയെടുക്കുന്ന ഒരമ്മയാണ് നിന്റെ ദൈവമെന്ന് ഇന്ന് തിരുവചനം പറയുകയാണ്. ഇതാ തുടർന്ന് വചനം വായിക്കുന്നു, തൽക്ഷണം അവൻ്റെ കുഷ്ഠം മാറി. തൽക്ഷണം ദൈവം തൊടുന്ന മാത്രയിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന മാത്രയിൽ നിന്റെ കുഷ്ഠരോഗം മാറുമെന്ന്. നിന്നെ ഒറ്റപ്പെടുത്തുന്ന കാര്യം, നിന്നെ വേദനിപ്പിക്കുന്ന കാര്യം, നിന്നെ ഏകാന്തരാക്കി മാറ്റുന്ന കാര്യം, നിന്നെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റുന്ന കാര്യത്തെ മാറ്റിത്തരുവാൻ നിന്റെ ദൈവത്തിന് കഴിയുമെന്ന്. അസീസിയിലെ ഫ്രാൻസിസ് പിതാവിൻ്റെ ജീവചരിത്രത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അസീസിയിലെ ഫ്രാൻസിസ് തൻ്റെ കൂട്ടുകാരനായ സഹചരനായ ലിയോ ബ്രദറിനോട് പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം മാത്രം സഹിക്കാൻ പറ്റില്ല. എന്താ കാര്യം? എനിക്കൊരു കുഷ്ഠരോഗിയെ കാണാൻ പറ്റില്ല. കുഷ്ഠരോഗിയെ കാണുന്നതൊഴിച്ച് ബാക്കി എന്ത് കാര്യവും എനിക്ക് പറ്റും. അങ്ങനെ ഇരിക്കുമ്പോൾ ആ സായാഹ്നത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഫ്രാൻസിസ് പുണ്യാളിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഇന്നൊരു കുഷ്ഠരോഗി വരും, അവനെ നീ വാരിപ്പുണരണം. അസീസി പിതാവ് പറഞ്ഞു, ഞാൻ മറ്റെന്ത് വേണമെങ്കിലും ചെയ്യാം, എത്ര ദിവസം വേണമെങ്കിലും ഉപവസിക്കാം, എത്ര ത്യാഗം വേണമെങ്കിലും അനുഭവിക്കാം, പക്ഷേ ഒരു കുഷ്ഠരോഗിയെ തൊടാൻ എനിക്ക് പറ്റില്ല. ഇതാ ജീവചരിത്രത്തിൽ എഴുതുകയാണ്, പ്രാർത്ഥന കഴിഞ്ഞില്ല, അതിനു മുമ്പ് വെളിയിലൊരു മണികിലുക്കം. അന്ന് കുഷ്ഠരോഗികൾ മണികിലുക്കിക്കൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അസീസിയിലെ ഫ്രാൻസിസ് പിതാവിന് മനസ്സിലായി, ഇത് കുഷ്ഠരോഗിയാ. ദൈവം തൻ്റെ അടുക്കലേക്ക് താൻ എന്തു വേണ്ട എന്ന് പറഞ്ഞുവോ അതിന് കൊണ്ടുവരികയാണ്. ഫ്രാൻസിസ് പിതാവ് വെളിയിലേക്ക് ഇറങ്ങി നോക്കി, അതാ മുറ്റത്ത് ഒരു കുഷ്ഠരോഗി നിൽക്കുകയാണ്. പിതാവ് പിന്നെ ഒന്നും ഓർത്തില്ല, ദൈവം പറഞ്ഞതല്ലേ, കുഷ്ഠരോഗിയുടെ പിന്നാലെ ഓടി. കുഷ്ഠരോഗി ഭയന്ന് അയാളും ഓടി, ഫ്രാൻസിസ് പിന്നാലെ ഓടി, കുഷ്ഠരോഗി മുന്നാലെ ഓടി. ഓടി ഒടുക്കം ഫ്രാൻസിസ് കുഷ്ഠരോഗിക്കൊപ്പം എത്തി. കുഷ്ഠരോഗിയെ ചേർത്ത് പിടിച്ചു, അവനെ ചുംബിച്ചു. ഇതാ സാക്ഷ്യത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, അസീസി പിതാവ് ഈ കുഷ്ഠരോഗിയെ ചുംബിക്കും തോറും പിതാവ് മനസ്സിലാക്കുന്നു അതൊരു കുഷ്ഠരോഗിയല്ല, അത് ക്രിസ്തുവാണെന്ന്. അവസാനം അസീസി പിതാവ് എഴുതിയിരിക്കുന്നു, നീ കുഷ്ഠരോഗിയെ ആഞ്ഞു ചുംബിച്ചാൽ ആ കുഷ്ഠരോഗി ക്രിസ്തുവായി മാറുമെന്ന്.
ഇവിടെ ക്രിസ്തു കുഷ്ഠരോഗിയെ തൊട്ട് കഴിഞ്ഞപ്പോ അവനിലേക്ക് ഒഴുകുന്നത് രോഗശാന്തിയല്ല, അവനിലേക്ക് ഒഴുകുന്നത് ദൈവാഭിഷേകമാണ്. തുടർന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, ഇതാ അവൻ പുറത്തു വന്ന് എല്ലാവരോടും അവനെപ്പറ്റി പ്രസിദ്ധമാക്കാൻ തുടങ്ങി. എല്ലായിടത്തു നിന്നും അവൻ്റെ അടുക്കലേക്ക് ആളുകൾ വന്നു. ഒരു പ്രഘോഷകനായിട്ട് ഈ കുഷ്ഠരോഗി മാറുകയാണ്. ദൈവമക്കളെ, രോഗശാന്തിയിൽ ഒതുങ്ങുന്നതല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം. ഒരു വലിയ കൃപയിലേക്ക്, ഒരു അനുഗ്രഹത്തിലേക്ക്, ഒരു ദൈവിക അഭിഷേകത്തിലേക്ക് നിന്നെ കൈപിടിച്ചുയർത്തുന്നതാണ് നിന്റെ രോഗശാന്തി. ഇതാ അനേകം മക്കള് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു ഏകാന്തതയിലായിരിക്കാം. കോടീശ്വരനായിരുന്ന വ്യക്തി ഇന്ന് വാടക വീട്ടിൽ ജീവിക്കുന്നത് അച്ഛന് പരിചയമുണ്ട്. പാപ്പരായി തീർന്ന ഒരു കോടീശ്വരൻ, സ്വപ്നം കണ്ട് ആരംഭിച്ച കുടുംബജീവിതം വല്ലാതെ തകർന്നു പോയി ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നവര്, ജീവിതത്തിലുണ്ടായ ഏതെങ്കിലും ഒരു വീഴ്ച കാരണം പിന്നീട് ഒരിക്കലും മനുഷ്യരുടെ മുമ്പിലേക്ക് കടന്നു വരാൻ സാധിക്കാതെ പോയ വ്യക്തി, ജീവിതത്തിലെ ഏതെങ്കിലും തകർച്ച മൂലം പിന്നീട് ഒരിക്കലും മനസ്സിലൊരു സന്തോഷം വരാത്ത വ്യക്തിയാണ് നീയെങ്കിൽ, ഇന്ന് വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയാൽ നിന്റെ ദൈവത്തിന് നിന്നോട് കരുണ തോന്നും, അവൻ കൈ നീട്ടി നിന്നെ തൊടും തൽക്ഷണം. ഈ ശുശ്രൂഷയുടെ ഈ നിമിഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ഒരു സൗഖ്യം ഒരുക്കുന്നു. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥന പനിനീർപ്പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം പ്രകാശമരുളും ദൈവം നമ്മോട് കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോട് കൂടെ, നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ, നന്മയിലേക്കു കുതിക്കും നമ്മൾ, തിന്മ മരിക്കും കൺമുൻപിൽ ദൈവം നമ്മോട് കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമ്മൾ മനസ്സുകൾ ഉയർത്താൻ പോവുക. അനേകം മക്കള്, ജീവിതത്തിന്റെ ഏകാന്തതയിൽ കഴിയുന്ന അനേകം മക്കളെ ഈ സമയത്ത് തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ഓ ദൈവ പൈതലെ, എനിക്കാരുമില്ല എന്ന് കരുതുന്നൊരു വ്യക്തിയാണ് നീ എങ്കിൽ, എൻ്റെ കൂടെ ഇരിക്കാൻ എനിക്കാരുമില്ല എന്ന് നീ വിചാരിക്കുന്നെങ്കിൽ, ഞാൻ തകർക്കപ്പെട്ട വ്യക്തിയാണ് എന്ന് നീ വിചാരിക്കുന്നെങ്കിൽ, ആർക്കും വേണ്ടാത്തൊരു വ്യക്തിയാണ് നീ എന്ന് നീ വിചാരിക്കുന്നെങ്കിൽ, ഈ രോഗപീഠ ഒരിക്കലും സുഖപ്പെടില്ല എന്ന് നീ വിചാരിക്കുന്നെങ്കിൽ, മർക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 40 മുതലുള്ള തിരുവചനങ്ങൾ പറയുന്നു, നിന്റെ രോഗപീഠ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ അൾത്താരയാണെന്ന്. നിന്റെ തകർച്ച നിന്റെ ദൈവം അത്ഭുതം ചെയ്യുവാൻ ഒരുക്കുന്ന ബലിപീഠമാണെന്ന്. തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഈ നിമിഷങ്ങളിൽ നമുക്ക് മനസ്സുകൾ ഉയർത്താം. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ, ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. നീ എന്റെ ഭവനത്തിൽ വരുവാനെനിക്കില്ല യോഗ്യതയെന്നും നാഥ. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. ആപാദ ചൂടം ഞാൻ സുഖമാക്കുവാൻ
തമ്പുരാന്റെ കരങ്ങളിലേക്ക് രോഗികളായിട്ടുള്ള മക്കളെ പ്രത്യേകം സമർപ്പിക്കുക. ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുക്കുന്ന മാരക രോഗങ്ങളും മാഹാരോഗങ്ങളും അനുഭവിക്കുന്ന മക്കളിലേക്ക് ഇതാ ദൈവത്തിന്റെ കരം നീളുകയാണ്. തമ്പുരാൻ കർത്താവ് ഈ സമയത്ത് മക്കളെ തൊടുന്ന നിമിഷങ്ങളാണ്. ക്യാൻസർ രോഗികളായി കഴിയുന്ന മക്കളെ തമ്പുരാൻ കർത്താവ് ഈ സമയത്ത് തൊട്ടുകൊണ്ടിരിക്കുക. മാരക രോഗങ്ങളും മാഹാരോഗങ്ങളുമായിട്ട് രോഗക്കിടക്കുകളിലായിരിക്കുന്നവര്, നാളുകളായിട്ട് രോഗപീഠകൾ അനുഭവിക്കുന്ന മക്കളെ തമ്പുരാൻ കർത്താവ് ഇപ്പോൾ തൊട്ടുകൊണ്ടിരിക്കുക. ഇതാ സ്വന്തമായിട്ട് ഒരു ഭവനമില്ലാതെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയെ തമ്പുരാൻ കർത്താവ് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക. ജീവിതത്തിൽ വല്ലാതെ ഒറ്റപ്പെട്ടു പോയ മക്കള്, വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് മക്കളില്ലാതെ നിൽക്കുന്ന വ്യക്തികള്, ഇതാ കർത്താവ് നിന്നെയോട് കരുണയോടുകൂടി നോക്കുന്ന നിമിഷം. ഇതാ വിവാഹപ്രായം കഴിഞ്ഞിട്ടും എന്റെ വിവാഹം നടന്നില്ലല്ലോ എന്നോർത്ത് ദുഃഖിച്ചു കഴിയുന്ന ഒരു ദൈവ പൈതല്, ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവ പൈതലെ നിന്നിലേക്ക് ഒഴുകുക. നിന്റെ കുടുംബത്തെ മുഴുവൻ സമർപ്പിച്ചൊള്ളുക. നിന്റെ കുടുംബത്തെ സമർപ്പിച്ചൊള്ളുക. നിന്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുക. നിന്റെ മക്കള് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുക. നിന്റെ മാതാപിതാക്കള് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുക. നിന്റെ നൊമ്പരം, നിന്റെ വേദന ഒരു പ്രാർത്ഥനയായി ഉയരട്ടെ. ആ കുഷ്ഠരോഗി പ്രാർത്ഥിച്ചതുപോലെ നീയും ഇപ്പോൾ പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ, ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. നീ എന്റെ ഭവനത്തിൽ വരുവാനെനിക്കില്ല യോഗ്യത. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. ആപാദചൂടം ഞാൻ സുഖമാക്കുവാൻ, മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ. എനിക്ക് മനസ്സുണ്ട്, നീ സുഖം പ്രാപിക്കുക. അവിടുന്ന് കരം നീട്ടി അവനെ തൊട്ടു. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. അവൻ സൗഖ്യം പ്രാപിച്ചു. തമ്പുരാന്റെ കരങ്ങളിലേക്ക് ജീവിതങ്ങളെ മുഴുവൻ സമർപ്പിക്കുന്ന നിമിഷങ്ങളാണ്. ദൈവത്തിന്റെ കരുണ നിന്റെ ജീവിതാവസ്ഥയിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷങ്ങളാ. ഓ ദൈവ പൈതലെ, വിശ്വാസത്തോടെ ദിവ്യകാരുണ്യത്തിലേക്ക്, ദിവ്യകാരുണ്യനാഥനിലേക്ക് നിന്റെ കണ്ണുകൾ ഉയരട്ടെ. അവിടുന്ന് കരം നീട്ടുന്ന നിമിഷം, അവിടുന്ന് കരം നീട്ടുന്നത് നിന്നെ തൊടുവാനായിട്ടാ. ദൈവത്തിന്റെ കരം നീളുന്ന നിമിഷങ്ങളെ ദൈവത്തെ നമുക്കൊന്ന് ചേർന്ന് നിമിഷങ്ങളെ ആരാധിക്കാം. ദൈവത്തിന്റെ കരുണയൊഴുകട്ടെ. പരിശുദ്ധ സഭയോട് ചേർന്ന്, പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട് ചേർന്ന്, അഭിവന്ദ്യ സെബാസ്റ്റ്യൻ പിതാവിനോട് ചേർന്ന്, അഭിവന്ദ്യ പിതാക്കന്മാരോട് ചേർന്ന് കർത്താവിന്റെ പുരോഹിത അഭിഷിക്ത കരങ്ങൾ ഉയർത്തി ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാഹാരോഗങ്ങൾ, മാരക രോഗങ്ങൾ, മരുന്നില്ലാത്ത രോഗങ്ങൾ, പഴകിപ്പോയ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ട്യൂമർ രോഗങ്ങൾ, തളർവാദ രോഗങ്ങൾ, മരണകരമായ രോഗങ്ങൾ, മാരക രോഗങ്ങൾ, ഡോക്ടർമാർ ഉപേക്ഷിച്ച അവസ്ഥകൾ, സർജറികൾക്ക് വിധേയരാകുന്നവർ, സർജറി കഴിഞ്ഞു കിടക്കുന്നവർ, ഡോക്ടർമാരൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥകളിൽ കഴിയുന്നവ, പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ മൂലം ഡോക്ടർമാര് മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത, ഇതുവരെ മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത രോഗപീഠകൾ മൂലം മരണത്തോട് മല്ലടിക്കുന്നവർക്ക്, കൊച്ചു കുഞ്ഞുങ്ങൾ, ഓട്ടിസ്റ്റിക്, ഡൗൺ സിൻഡ്രോം, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞു മക്കൾ ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകപ്പെടുന്നു. സ്ത്രീ സംബന്ധമായിട്ട് വിവിധ തരത്തിലുള്ള രോഗപീഠകൾ അനുഭവിക്കുന്നവർ, പുരുഷ സംബന്ധമായ രോഗങ്ങൾ, നാളുകളായിട്ട് മരുന്ന് കഴിച്ചിട്ട് സുഖപ്പെടാത്ത രോഗപീഠകൾ ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി കൽപ്പിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടട്ടെ, 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 സുഖപ്പെടട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, സ്തുതിച്ച് പ്രാർത്ഥിച്ച് സ്വരമേർത്തി, എല്ലാവരും സ്വരമേർത്തി തന്നെ സ്തുതിച്ച് പ്രാർത്ഥിച്ച്. രോഗപീഠകളുള്ളവര്, രോഗപീഠയുള്ള ശരീരഭാഗത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിച്ചോളുക. രോഗപീഠയുള്ള പ്രിയപ്പെട്ടവർ അടുത്ത് നിൽപ്പുണ്ടെങ്കിൽ തൊട്ട് പ്രാർത്ഥിച്ചോളുക. രോഗപീഠ പ്രിയപ്പെട്ടവര് ഭവനങ്ങളിൽ, ആശുപത്രികൾ, ദൂര സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അവരുടെ മുഖങ്ങൾ കണ്ടെന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച യേശുവേ, യേശുവേ, പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ.
സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ കലഹിച്ചു കഴിഞ്ഞ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, വീസ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, പരീക്ഷകൾ എഴുതുന്നവർ, റിസൾട്ട് വേണ്ടി കാത്തിരിക്കുന്നവർ, ജോലിക്കായി കാത്തിരിക്കുന്നവർ, ജീവിതത്തിൽ വലിയ നിരാശകൾ അനുഭവിക്കുന്നവർ, വലിയ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവർ, നിരാശപ്പെട്ട് കഴിയുന്നവർ, കണ്ണീര് കൈയുമായി കഴിയുന്നവർ, ബന്ധനം അഴിയട്ടെ, കൃപയൊഴുകട്ടെ, ബന്ധനം അഴിയട്ടെ, കൃപയൊഴുകട്ടെ, 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 കൃപയൊഴുകട്ടെ. കരങ്ങളടിച്ച് കൈയടിച്ച് പാടാമോ? യേശുനാമമെന്റെ ആശ്രയം, ആശയറ്റ നേരമെന്റെ ആശ്വാസം, നിൻ വചനമായി തോന്നി എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെന്റെ ആശ്രയം, ആശയറ്റ നേരമെന്റെ ആശ്വാസം, നിൻ വചനമായി തോന്നി എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. കുളത്തറയിലെ രോഗി പോ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകലേ. കുളത്തറയിലെ രോഗി പോ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകലേ. എന്റെ മോചന വൈകലേ, എന്റെ മോചന. കർത്താവേ, നിന്നെ സ്തുതിക്കുക. നീ എന്റെ ജീവിതത്തിലേക്ക് വരണേ എന്ന് പ്രാർത്ഥിക്കുക. വൈകല്ലേ കർത്താവേ, ഈ രാത്രിയിൽ നിന്റെ അത്ഭുതകരമായ അഭിഷേകം നിന്റെ മക്കളിലേക്ക്, നിന്റെ സൗഖ്യ അഭിഷേകം, നിന്റെ വിടുതലിന്റെ അഭിഷേകം ഈ മക്കളിലേക്ക് ഒഴുക്കണമേ യേശുവേ. എന്നെ ചുറ്റുമായിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. എന്നെ ചുറ്റുമായിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. അത് യേശുവായിരുന്നു, എന്റെ രക്ഷയായിരുന്നു, അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. അത് യേശുവായിരുന്നു, എന്റെ രക്ഷയായിരുന്നു, അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. ബത്സയിദാ കുളക്കരയിലെ രോഗി പോ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകലേ. എന്റെ മോചന വൈകലേ, എന്റെ മോചന. നമുക്ക് ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാം. ഭക്ത്യാവണങ്ങുക സാഷ്ടാംഗം വീണുന ഏറ്റം മഹത്താമി ഉദാശയേ നവ്യമീയവത്തി കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽപ്പൂ. ഇന്ദ്രിയങ്ങൾ കേഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസം ദിവ്യതി
നിത്യകാലം കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമായി. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായ കുദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങേ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരുളണമേ എന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.